So, hello friends, welcome back. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാർക്യൂ ടൂൾസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. റെക്ടാങ്കുലർ മാർക്യൂ ടൂൾ കണ്ടു, എലിപ്റ്റിക്കൽ മാർക്യൂ ടൂൾ കണ്ടു. ഇനി കുറച്ചുകൂടി ടൂൾസ്, സെലക്ഷൻ ടൂൾസ് ഇത്രയുണ്ട്. മാർക്യൂ ടൂൾസ്, ലാസോ ടൂൾസ്, മാജിക് ബാൻഡ്, ക്വിക്ക് സെലക്ഷൻ, അങ്ങനെ 4-5 ഉണ്ട്. അപ്പോൾ അത് കുറേ ടൂൾസ് ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മളിന്ന് ലാസോ ടൂൾസ് ആയിരിക്കും മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഈ പറയുന്നതിൽ ഈ റെക്റ്റാങ്കുലർ മാർക്യൂ ടൂൾ പറഞ്ഞപ്പോൾ, റെക്റ്റാങ്കുലർ മാർക്യൂ ടൂൾ നമുക്ക് ഇങ്ങനെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സ്ക്വയർ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫിക്സഡ് റേഷ്യോ, ഫിക്സഡ് സൈസ് ഇതൊക്കെ കൊടുത്ത് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ ക്ലാസ്സിൽ അത് പറഞ്ഞതാണ്, അപ്പോൾ വീണ്ടും പറയുന്നില്ല, കാരണം റിപ്പീറ്റേഷനായി മാറും. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ചെറിയ 2 ടൂൾസ് ഉണ്ട്, സിംഗിൾ റോ മാർക്യൂ ടൂള്, സിംഗിൾ കോളം മാർക്യൂ ടൂള്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അതിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒറ്റ പിക്സലായിരിക്കും കിട്ടുന്നത്. നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫോട്ടോഗ്രാഫിൻ്റെ അതായത് ബിറ്റ് മാപ്പ് ആണെങ്കിൽ ബിറ്റ് മാപ്പ് ഫോട്ടോഗ്രാഫിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ്, ഇപ്പം നമ്മൾ പറയില്ല ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് മോളിക്യൂളാണ്, ആറ്റമാണെന്നൊക്കെ പറയുന്ന പോലെ ഈ പറയുന്ന ഫോട്ടോഗ്രാഫിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പിക്സലാണ്. അപ്പോൾ ഇത് ഒറ്റ പിക്സലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ഒറ്റ പിക്സൽ സെലക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് വേണമെങ്കിൽ ഇവിടെ എഡിറ്റിൽ ചെന്നിട്ട് ഫ്രീ ട്രാൻസ്ഫോം Ctrl+T അടിച്ചിട്ട് നമുക്കിത് കുറച്ചും കൂടി സൂം ചെയ്തിട്ട് നമ്മൾക്കിത് ഒറ്റ പിക്സലിന് പകരം ഒരു 4-5 പിക്സൽ സെലക്ട് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പം ഈ സിംഗിൾ കോളം മാർക്യൂ ടൂളാണെങ്കിലും ഇത് വെർട്ടിക്കലായിട്ടുള്ളൊരു സിംഗിൾ പിക്സൽ വെർട്ടിക്കലായിട്ട് സെലക്ട് ചെയ്യും. അപ്പം ഇത് വേണമെങ്കിൽ നമുക്ക് Ctrl+T അടിച്ചിട്ട് ഇമേജ് എഡിറ്റ് ഫ്രീ ട്രാൻസ്ഫോം, അതായത് ഇതൊക്കെ Ctrl+T അടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, Ctrl+T അടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ബാർകോഡ് പോലത്തെ ഒരു സെലക്ഷനൊക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇത് നിങ്ങൾ ആവശ്യം വരുമ്പോൾ മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾക്ക് ലാസോ ടൂൾ നോക്കാം. ലാസോ ടൂള് എന്താണ്? നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുന്നതിന്, അതായത് നേരത്തെ കണ്ട സെലക്ഷനൊക്കെ ജിയോമെട്രിക് ഷേപ്പുകളാണ്, അതായത് റെക്റ്റാങ്കിൾ, സ്ക്വയർ, അതൊക്കെ ജിയോമെട്രിക്കാണ്, സർക്കിൾ ജിയോമെട്രിക്കാണ്. പക്ഷേ ഒരാളുടെ ഫേസ്, ഒരാളുടെ ബോഡി ഷേപ്പ്, ശരീരത്തിൻ്റെ ഷേപ്പ്, ഒരു ബേർഡാണെങ്കിൽ, ഒരു ഫ്ലവർ ആണെങ്കിൽ അതൊക്കെ ഒരുതരം കോംപ്ലിക്കേറ്റഡ് ഷേപ്പാണ്. അപ്പോൾ അത് നമുക്ക് റെക്റ്റാങ്കിൾ കൊണ്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ ഈ ലാസോ ടൂളും മറ്റുള്ള ടൂൾസും വേണം. പെൻ ടൂൾ വേണം, ലാസോ ടൂൾ വേണം. അപ്പോൾ ഈ ലാസോ ടൂൾ കൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ആപ്പിൾ സെലക്ട് ചെയ്യാം, അത് സർക്കിൾ കൊണ്ട് സെലക്ട് ചെയ്ത് ശരിയാവില്ല. അപ്പോൾ ലാസോ ടൂൾ എടുക്കുക. ഇതിൻ്റെ ആദ്യത്തെ ടൂളാണ് ലാസോ ടൂൾ. നമ്മൾ സെലക്ഷൻ ചെയ്യാൻ നേരത്തെ ആദ്യം ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് സൂം ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഇതിങ്ങനെ വലിച്ചുകൊണ്ട് പോകാൻ സാധിക്കണം. അതായത് ഈ സ്പേസ് ബാർ ഞെക്കിയിട്ടാണ് നമ്മൾ ഈ കൈ കൊണ്ടുവരുന്നത്. സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൈ വരും. അപ്പോൾ ആദ്യം തന്നെ F അടിക്കുക, എന്നിട്ട് സൂം ചെയ്യുക. സൂം ചെയ്യുന്നത് കൺട്രോൾ പിന്നെ ഈ Ctrl+ അടിച്ചിട്ട് സൂം ചെയ്യുക. അത്യാവശ്യം സൂം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സൂം ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇത് വെച്ച് സെലക്ട് ചെയ്യാം. ഇത് വരച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യണത്, പെൻസിൽ കൊണ്ട് വരക്കുന്നത് പോലെ ഒരു സെലക്ഷനാണ്. അപ്പോൾ മൗസിൽ നിന്ന് കൈ വിടരുത്, ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചോളണം. കൈ വിട്ട് കഴിഞ്ഞാൽ എല്ലാം പോയി. അപ്പോൾ സ്പേസ് ബാറിൽ കൈ ഉണ്ടാവണം. എന്നിട്ട് തുടങ്ങുക. എന്നിട്ട് നമ്മൾ സ്പേസ് ബാറിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യണം. എന്നിട്ട് മൗസിൽ നിന്ന് ഒരിക്കലും കൈ വിടരുത്. ഇപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ
നമ്മളിങ്ങനെ വരച്ചുകൊണ്ട് പോകാൻ നേരത്ത് ചിലപ്പോൾ കയറി ഇറങ്ങിയൊക്കെ പോകും. അപ്പോൾ അത് കയറി ഇറങ്ങി പോകുന്നത് അത് കാര്യം വെക്കണ്ട, നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളുടെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുന്ന വളരെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഒരുപാട് ടൈം എടുക്കും. കാരണം ചില ആളുകൾ, അതായത് ഫോട്ടോഷോപ്പിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ, അവർ തന്നെ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ചെയ്യണത്. കാരണം ചില ആളുകൾ കൈകൊണ്ട് തന്നെ, അതായത് മൗസ് യൂസ് ചെയ്യാതെ ലാപ്ടോപ്പിൻ്റെ ആ ഒരു ഇതില്ലേ, ലാപ്ടോപ്പിൻ്റെ പാഡിൽ കൈവച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊക്കെ ഒരുപാട് ടൈം എടുത്ത് അവർ കറക്റ്റായിട്ട് ചെയ്യും. കാരണം അപ്പോൾ നമ്മൾ മൗസ് ഒരു എക്സ്ക്യൂസ് പറയാൻ പാടില്ല, അയ്യോ അത് മൗസ് കൊണ്ടാണ് ചെയ്തത് അതുകൊണ്ട് ശരിയായില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കറക്റ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ റബ്ബർ കൊണ്ട് കറക്റ്റ് ചെയ്യാം. ഇറേസർ ടൂളുണ്ട്, ഇറേസർ ടൂൾ കൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. പിന്നെ ആഡ് ചെയ്യാം, മൈനസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ കുറച്ച് ചെയ്യാൻ നേരത്ത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതൊന്ന് കംപ്ലീറ്റ് ആവട്ടെ. അപ്പോൾ ഇങ്ങനെ മൗസിൽ നിന്ന് ഒരിക്കലും കൈ റിലീസ് ചെയ്യരുത്. കാരണം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പോയി. അതൊക്കെ ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ്. കൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി സെലക്ഷൻ ആവും അത്. കാരണം നമ്മൾ റിലീസ് ചെയ്യുന്ന എവിടെയാണ് അത് ഓട്ടോമാറ്റിക്കലി ഇത് സെലക്ഷൻ ക്ലോസ് ചെയ്യാനുള്ള കഴിവ് ഫോട്ടോഷോപ്പിനുണ്ട്. അപ്പോൾ മൗസിൽ നിന്ന് ഒരു കാരണവശാലും അറിയാതെ ആണെങ്കിലും കൈ എടുക്കരുത്. അപ്പോൾ ഇത് തീർന്നിട്ടില്ല, ഇനിയും കുറേ ഉണ്ട്. കാരണം സൂം ചെയ്യാൻ നേരത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ എങ്കിലും സൂം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത്, ഞാനത് വെരിഫൈ ചെയ്തിട്ടില്ല, പക്ഷേ ചെറുതായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സെലക്ഷൻ കറക്റ്റ് ആവില്ല. പക്ഷേ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സെലക്ഷൻ ചെയ്യാനുണ്ടാവും. പക്ഷേ എങ്കിലും സെലക്ഷൻ കറക്റ്റ് ആവും. ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ജസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ അത് സെലക്ഷനായി. ഇനി നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഷിഫ്റ്റും ആൾട്ടും പ്രസ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനും പറ്റും. അത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആഡിൻ്റെ ഇതിലേക്ക് വരും. ആൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസിൻ്റെ ഇതിലേക്ക് വരും. അപ്പം അങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് മൈനസ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ആഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ എവിടെയാണ് ആഡ് ചെയ്യേണ്ടത് നോക്കട്ടെ. കാരണം ഇവിടെ എനിക്ക് കുറച്ച് ഭാഗം ആഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ആഡ് ചെയ്തത് ശരിയായില്ലെങ്കിൽ എനിക്ക് മൈനസ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾക്ക് സെലക്ഷൻ പെർഫെക്റ്റായിട്ട് കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഒരു സെലക്ഷൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്യാം. എന്നല്ലെങ്കിൽ മൗസ് കൊണ്ട് ഇവിടെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്ത്, ഷോർട്ട് കട്ട് കീ ഷിഫ്റ്റാണ്, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയും ഭാഗം നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്ത് പോകും. ഇതാണ് ആഡിങ്. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് പോകാം. ഇനി ഞാൻ മനഃപൂർവ്വം കുറേ മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്, കുറേ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മൈനസ് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആൾട്ട് പ്രസ് ചെയ്തിട്ട് നമുക്കത് മൈനസ് ചെയ്തെടുക്കാം. അങ്ങനെ അപ്പോൾ ഇതാണ് ആഡിങ്ങും മൈനസും. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനൊക്കെ പറ്റും.
അപ്പോൾ ഇത് വെച്ച് ഇങ്ങനെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ആഡ് ചെയ്യാനും ആൾട്ട് പ്രസ് ചെയ്ത് മൈനസ് ചെയ്യാനൊക്കെ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കോപ്പി ചെയ്യണം. ഇത് നമ്മൾ ഇനിയിപ്പോൾ കോപ്പി ചെയ്യുന്നതിന് മുമ്പ് ഓക്കെ ഒരു പുതിയൊരു ഇതെടുത്തു, ഇതിലൊരു കളർ ഫില്ല് ചെയ്തു. എന്നിട്ട് നമ്മളിത് ജസ്റ്റ് കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യുക, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കൺട്രോൾ വി അടിച്ചിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വേറൊരു ലെയറിലാണ്, വേറെ ഒരു ലെയറിലിരിക്കുന്ന കാരണം നമ്മൾക്ക് വേണമെങ്കിൽ റേസർ എടുത്തിട്ട് റബ്ബർ ടൂൾ എടുത്തിട്ട് റേസർ, അപ്പം അങ്ങനെ നമുക്ക് റബ്ബർ ടൂൾ എടുക്കാം. റബ്ബർ ടൂളിൻ്റെ ഇത് സൈസ് ഇവിടെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം നമ്മൾക്ക് ആവശ്യമുള്ള സൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഈ കർലി ബ്രേസസ് ആണ്. കർലി ബ്രേസസ് 2 എണ്ണം അതിൽ പ്രസ് ചെയ്ത് ഈ പറയുന്ന ബ്രഷിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അത് പ്രസ് ചെയ്ത് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. എത്ര വേണമെങ്കിലും കൂട്ടാം, എത്ര വേണമെങ്കിലും കുറയ്ക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് സിമ്പിളാണ്. ആവശ്യമില്ലാത്ത സംഭവം ഇവിടെ നിന്ന് മായ്ച്ചു കളയാന്നുള്ളതാണ്. ഇവിടെ വൈറ്റൊക്കെ കുറച്ച് കയറി വന്നിട്ടുണ്ട്, ഇവിടെയും വൈറ്റ് കുറച്ച് കയറി വന്നിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും അൺഡു ചെയ്യണമെങ്കിൽ കൺട്രോൾ സെറ്റ് അടിച്ചാൽ മതി. ഒരുപാട് പുറകോട്ട് പോകാൻ ആൾട്ട് കൺട്രോൾ സെറ്റ്. നമുക്ക് ഹിസ്റ്ററിയിൽ പുറകോട്ട് പോകുന്നതാണത്. അപ്പം അങ്ങനെ ഒരുപാട് സമയമെടുത്ത് നമ്മൾ കറക്റ്റ് ചെയ്ത് ഇത് ഒരു പെർഫെക്റ്റ് സെലക്ഷൻ ആക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ ഇനിയുള്ളത് പോളിഗണൽ ലാസോ ടൂളാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ബെൽ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.